ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം നവമോധ്യായഃ. 9-ാമത്തെ അധ്യായം. മൃഗജന്മം വിട്ട ഭരതൻ പിന്നെ ജഡപ്രകൃതിയായിട്ട്, അതായത് മൃഗജന്മത്തിൽ എങ്ങനെയാണോ തനിക്ക് പൂർവജന്മത്തിൽ സംഭവിച്ച അബദ്ധം സംഭവിക്കാതിരിക്കാൻ ആരോടും മിണ്ടാതെ അല്ലെങ്കിൽ ആരോടും ഇണങ്ങാൻ പോകാതെ ഒറ്റയ്ക്ക് ജീവിച്ചത്, അതിൻ്റെ തുടർച്ചയെന്നോണം ജന്മനാ തന്നെ താനൊരു മൂകനാണെന്ന ഭാവത്തിൽ ഒന്നിലും ശ്രദ്ധയില്ലാത്തവനെ പോലെ ഒരു ജീവിതമായിരുന്നു ആ ബ്രാഹ്മണനായി ജനിച്ചപ്പോൾ ഈ ഭരതൻ. അങ്ങനെ ഒരു ജീവിത ശൈലിയാണ് കൈക്കൊണ്ടത്. അപ്പോൾ ഇത് ഭരതന്റെ പുനർജന്മമാണെന്ന് അറിയാവുന്ന ഋഷിമാരാണ് ഈ ഒരു അധ്യായത്തിന് ജഡഭരതാനുചരിതം എന്ന് പേരിട്ടത്. യഥാർത്ഥത്തിൽ ആ ബ്രാഹ്മണന് ഒരു പേരും ആരും കൊടുത്തിരുന്നില്ല. എടോ എന്നൊക്കെ എല്ലാവരും വിളിക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ ഭാഗവതത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ള നാരായണീയത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം കാര്യങ്ങളും ഒരു വാക്കിലെങ്കിലും പരാമർശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നാരായണീയത്തിൽ മേൽപ്പത്തൂർ പൂർണ്ണമായും വിട്ടുകളഞ്ഞ ഒരു ഭാഗമാണ് ജഡഭരതാനുചരിതം. കുറച്ച് അധ്യായങ്ങളിലായിട്ട് ഇനി ഈ ജഡഭരതന്റെ കഥയാണ് പറയുന്നത്. ഈ ഒരു അധ്യായത്തിൽ ജഡഭരതനെ ആർക്കും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. തന്നെ അങ്ങ് വിട്ടുകൊടുക്കും. ഒന്നിനും ഇല്ല എന്ന് പറയില്ല, അല്ല എന്ന് പറയില്ല. അതായത് ശരിക്കും ഒരു ജഡനെ പോലെ. അങ്ങനെ ഭദ്രകാളിക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ പോലും നിർവികാരനായി നിന്നു എന്നൊക്കെയുള്ള കഥയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ശ്രീ ശുക ഉവാച. 1-ാമത്തെ ശ്ലോകം. അധ കസ്യജിത് ദ്വിജവരസ്യ ആംഗിരപ്രവരസ്യ ശമദമ തപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിതിക്ഷ പ്രശ്രയ വിദ്യ അനസൂയ ആത്മജ്ഞാന ആനന്ദയുക്തസ്യ ആത്മസദൃശ ശ്രുതശീലാചാര രൂപ ഔദാര്യഗുണ നവ സോദര്യാ അംഗജാ ബഭൂവുഹു മിഥുനം ച യവീയസ്യാം ഭാര്യായാം. അധ അനന്തരം ആംഗിരപ്രവരസ്യ, ആംഗിരസിന്റെ ഗോത്രത്തിൽ ഉണ്ടായവരിൽ ശ്രേഷ്ഠനും. ഓരോ ബ്രാഹ്മണന്മാരും ഓരോരോ ഗോത്രത്തിൽ ജനിച്ചവരായി പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ സപ്തർഷികളുടെ തുടർച്ചയായിട്ടാണ് ഓരോ ഗോത്രം പറയപ്പെടുന്നത്. അങ്ങനെ ആംഗിരസ് ഗോത്രത്തിൽ ഉണ്ടായ ഒരു ബ്രാഹ്മണൻ. ഇനി അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാണ് ശമം, ദമം, തപസ്, അതായത് ഇന്ദ്രിയ നിഗ്രഹം, മനസ്സടക്കം, എപ്പോഴും ഈശ്വരനെ നേടണമെന്ന ആഗ്രഹത്താൽ ഒരു തപസ് ചെയ്യുന്ന ശീലം, സ്വാധ്യായം, അധ്യയനം, ദാനം ചെയ്യുക, കിട്ടിയതിൽ സംതൃപ്തമായ മനസ്സോടുകൂടെ ഇരിക്കുക, തിതിക്ഷ സഹനശീലം, പ്രശ്രയം എന്നാൽ വിനയം, വിദ്യ എന്നതുകൊണ്ട് താൻ ആർജിച്ച അറിവ് കൊണ്ട് അറിവിലൂടെയുള്ള കർമ്മങ്ങൾ ചെയ്യുക, അനസൂയ എന്ന് വെച്ചാൽ ആരോടും അസൂയയില്ലാതെ, അതുപോലെ തന്നെ ആത്മജ്ഞാനം നേടി എന്താണ് ഈശ്വരൻ, എന്താണ് ഈ ലോകജീവിതം എന്നതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യമുള്ള ആളായിരുന്നു, അധ്യാത്മബോധമുള്ള. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആനന്ദയുക്തസ്യ, എപ്പോഴും ആനന്ദചിത്തനായിട്ട് നിലകൊണ്ടിരുന്ന കസ്യചിത് ദ്വിജവരസ്യ, ഒരു ബ്രാഹ്മണോത്തമന്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഇന്ന് ഗോത്രത്തിൽ ജനിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ബ്രാഹ്മണന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഭാര്യയിൽ ആത്മസദൃശ ശ്രുതശീലാചാരം, തന്നെ പോലെ തന്നെ പഠിപ്പും സ്വഭാവവും ആചരണങ്ങളും, രൂപ ഔദാര്യ ഗുണാഹ,
ശരീരയോഗ്യതയും ഔദാര്യ ഗുണങ്ങളും ഒക്കെയുള്ളവരായിട്ട് സോദരിയാഹ നവ അംഗജാഹ, അതിൽ ഒരു മാതാവിൽ നിന്ന് 9 പുത്രന്മാരും, ഇനി രണ്ടാമത്തെ യവീയസ്യാം ഭാര്യായാം, ഇളയ ഭാര്യയിൽ, ഒരു പക്ഷേ ഈ ഭാര്യമാർ സോദരിമാരാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കണം ആദ്യത്തെ സോദരിയിൽ 9 മക്കളും രണ്ടാമത്തെ സോദരിയിൽ 2 ഇദ്ദേഹത്തിന്റെ ഭാര്യമാരാണ്. ഇളയവളായ ആ സോദരിയിൽ ഭാര്യയിൽ മിഥുനം ച, ഒരു പുരുഷനും ഒരു സ്ത്രീയും ച ബഭൂവുഹു, ഉണ്ടായി. ആംഗിരസ് ഗോത്രത്തിൽപ്പെട്ട എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഒരു ബ്രാഹ്മണോത്തമന് ആദ്യത്തെ ഭാര്യയിൽ 9 ആൺമക്കളും രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും പുത്രിയും ഉണ്ടായി. ഈ പറഞ്ഞ ഇളയ ഭാര്യയിൽ ഉണ്ടായ പുരുഷ സന്താനം മൃഗജന്മം ഉപേക്ഷിച്ച് ബ്രാഹ്മണനായി ജനിച്ച ഭരതനാണെന്ന് പറയപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ ശ്ലോകം. യഹതു തത്ര പുമാൻ തം പരമഭാഗവതം രാജർഷിപ്രവരം ഭരതം ഉത്സൃഷ്ട മൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതം ആഹുഹു. തത്ര യഹ പുമാൻ, ഈ രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച പുരുഷനും സ്ത്രീയും, അതിൽ യഹ പുമാൻ, ആരാണോ പുരുഷനായി ജനിച്ചത്, തം തു, അവനെയാകട്ടെ, പരമഭാഗവതം, ഭക്തന്മാരിൽ അഗ്രഗണ്യനും രാജർഷിപ്രവരം ഭരതം, രാജർഷി പ്രമുഖനുമായ ഭരതൻ, ഉത്സൃഷ്ട മൃഗശരീരം, തൻ്റെ മൃഗശരീരത്തെ ഉപേക്ഷിച്ച് ചരമശരീരേണ, അന്തിമദേഹധാരണം കൊണ്ട് വിപ്രത്വം ഗതം ആഹുഹു, ബ്രാഹ്മണത്വം പ്രാപിച്ചവനാണെന്ന് പറയുന്നു. അതായത് ഇത് ഭരതന്റെ അവസാനത്തെ ജന്മമാണെന്ന് കണക്കാക്കാം. എന്തായാലും ആ മൃഗജന്മത്തിൽ പൂർണ്ണ സാത്വികതയോടെ ജീവിച്ചതിനാൽ ഈ ജന്മത്തിൽ ഉത്തമ കുലത്തിൽ ജനിച്ചു എന്ന് കാണിക്കാനാണ് ആദ്യം തന്നെ ആംഗിരസിന്റെ ഗോത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞത്. ഇതും ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. യോഗഭ്രഷ്ടനായിട്ടുള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അദ്ദേഹം വീണ്ടും താൻ പൂർവജന്മത്തിൽ തുടർന്നു പോന്ന തൻ്റെ ആചരണങ്ങളെ, ആധ്യാത്മിക യാത്രയെ പൂർത്തീകരിക്കാനായിട്ട് അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തുചേർന്ന ഒരു കുടുംബത്തിൽ തന്നെ വന്ന് ജനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു ഗോത്രത്തിൽ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഒരു ഉത്തമ ബ്രാഹ്മണന് തന്നെ ഈ ഭരതൻ പുനർജനിച്ചു എന്ന് പറഞ്ഞത്. ഈ ഒരു ജന്മത്തിൽ ജനിച്ച മുതലേ ശരിക്കും ഒരു യോഗി തന്നെയായിരുന്നു ആ ബ്രാഹ്മണൻ. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും തൻ്റെ ആ യോഗാവസ്ഥയ്ക്ക് ഒരു ഭംഗം വരരുത് എന്നതിനാൽ സ്വയമേവ താൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന രീതിയിൽ തന്നെ ഇനി ആരും ഒന്നിനും ശ്രദ്ധിക്കരുത്, തൻ്റെ അടുത്തേക്ക് പോലും വരരുത്, തന്നെ ആരും വന്ന് സ്നേഹിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ജഡനെ പോലെ സ്വയം പെരുമാറുകയായിരുന്നു. അല്ലാതെ അദ്ദേഹം ജഡനായിരുന്നില്ല. അതാണ് മൂന്നാമത്തെ ശ്ലോകം. തത്ര അപി സ്വജനസംഗാത് ച ഭൃശം ഉദ്വിജമാനോ ഭഗവതഃ കർമ്മബന്ധ വിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദധത് ആത്മനഃ പ്രതിഘാതം ആശങ്കമാനോ ഭഗവദനുഗ്രഹേണ അനുസ്മൃത സ്വപൂർവജന്മാവലി ആത്മാനം ഉന്മത്ത ജഡ അന്ധ ബധിരസ്വരൂപേണ ദർശയാമാസ ലോകസ്യ. അത്രാപി, ഈ ബ്രാഹ്മണ ജന്മത്തിലും ഭഗവദനുഗ്രഹേണ, ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുസ്മൃത പൂർവജന്മാവലിഹി, അതായത് 2 ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മയും ഉണ്ട്. ഭരതൻ എന്ന രാജാവായി പിന്നീട് യോഗിയായി തീരേണ്ടതായിരുന്നു. ആ ജന്മത്തിൽ മൃഗത്തെ സ്നേഹിച്ചതും അതും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് മൃഗജന്മം ലഭിച്ചതും. ഇങ്ങനെ ആ പൂർവജന്മ പരമ്പരയെ കുറിച്ചുള്ള അനുസ്മൃതം ഓർമ്മയുള്ളവനും സ്വജനസംഗാത് ച,
അതുകൊണ്ട് തൻ്റെ വീട്ടിലുള്ള തൻ്റെ സ്വന്തക്കാരുമായിട്ട് പോലും അവരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് പോലും തനിക്കൊരു വ്യതിചലനവും സംഭവിക്കരുത് എന്ന ഭൃശം ഉദ്വിജമാനഃ, അത്യന്തം ഉദ്വേഗത്തോടുകൂടി, അതായത് അത്രയും ശ്രദ്ധയോടുകൂടെ, ഭഗവതഃ കർമ്മബന്ധ വിധ്വംസനം, തൻ്റെ കർമ്മബന്ധത്തെ വിധ്വംസിക്കുന്ന, അതായത് ഈ ഒരു ജന്മം എടുക്കാനും ഒരു പൂർവജന്മ കർമ്മം ഉണ്ടായിട്ടുണ്ട്, ആ ബന്ധത്തെ കൂടെ ഇല്ലാതാക്കിയാൽ താൻ സർവതന്ത്ര സ്വതന്ത്രനാകും. അതിനുവേണ്ടി ആ കർമ്മബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രവണം, സ്മരണം, ഗുണകഥനം തുടങ്ങി ഭഗവാന്റെ ചരണാരവിന്ദ യുഗളം, ആ പാദാരവിന്ദങ്ങളെ സദാ മനസാ വിദധത്, ഹൃദയത്തിൽ ധ്യാനിക്കുന്നവനും ഇനി ആത്മനഃ പ്രതിഘാതം, തനിക്കിനിയും ഈശ്വരനുമായുള്ള ആ യോഗ ബന്ധത്തിനിടയിൽ ഈ ലോകത്തിലുള്ള ആളുകളിൽ നിന്നുള്ള സ്നേഹം കാരണം ഒരു പ്രതിഘാതം, ഒരു തടസ്സവും വരരുത് എന്ന് ആശങ്കമാനഃ, അങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ട് ഉന്മത്ത ജഡ അന്ധ ബധിര സ്വരൂപേണ, ഒരു ഉന്മത്തനാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ജഡനെ പോലെ. ഇനി ചില സമയത്ത് തോന്നും ഇയാൾക്ക് കണ്ണ് കാണില്ലേ എന്ന്, കാരണം എവിടെയോ നോക്കിയിരിക്കുന്നു, പ്രത്യേകിച്ചൊരു പോയിന്റിലേക്കൊന്നും കണ്ണ് നോക്കുന്നതായിട്ട് തോന്നുകയില്ല. ഇനി ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കില്ല, അപ്പോൾ ഇവൻ ബധിരനാണോ എന്ന് തോന്നും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഇതാണ്, ആരും വന്ന് തന്നെ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ പെട്ടു, അത് അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇനി നാട്ടുകാരാവട്ടെ, ബന്ധുക്കളാകട്ടെ. അതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഈശ്വരനാണ്. അതുകൊണ്ട് ആരും തൻ്റെ അടുത്തേക്ക് വരരുത് എന്നതിനാൽ ആത്മാനം ലോകസ്യ ദർശയാമാസ, ഈ രീതിയിൽ തന്നെ ലോകസമക്ഷം വെളിപ്പെടുത്തി. ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി, ജഡനെന്നോ പൊട്ടനെന്നോ ബധിരനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ, എനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ നിങ്ങൾ എന്തു വിളിച്ചാലും ശരി, ആരോടും മിണ്ടാൻ ഞാനില്ല, ആരും ഇങ്ങോട്ട് വന്നും ശല്യപ്പെടുത്തരുത് എന്ന ഭാവത്തിലാണ് ഈ ജഡഭരതൻ ജീവിച്ചു വന്നത്. തൻ്റെ മകൻ ഇങ്ങനെയൊരു മന്ദബുദ്ധിയായി പോയല്ലോ എന്ന സങ്കടം അച്ഛനായ ആ ബ്രാഹ്മണനുണ്ടായിരുന്നു. എങ്കിലും തന്നെ കൊണ്ടാവുന്ന വിധം ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ എന്തൊക്കെ കർമ്മങ്ങൾ ആചരിക്കണമോ അതൊക്കെ അവൻ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടുകൂടി, അവൻ അതിലൊന്നും ശ്രദ്ധയേയില്ല എന്നറിഞ്ഞിട്ടുകൂടി തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പരിശീലിപ്പിച്ചു. അതാണ് 4-ാമത്തെ ശ്ലോകം. തസ്യാപി ഹ വാ ആത്മജസ്യ വിപ്രഹ പുത്രസ്നേഹ അനുബദ്ധമനാഹ ആ സമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദധാന ഉപനീതസ്യ ച പുനഃ ശൗച ആചമനാദീൻ കർമ്മനിയമാൻ അനഭിപ്രേതാൻ അപി സമശിക്ഷയത് അനുശിഷ്ടേന ഹി ഭാവ്യം പിതുഃ പുത്രേണ ഇതി. അച്ഛനായ ആ വിപ്രഹ ബ്രാഹ്മണൻ പുത്രസ്നേഹ അനുബദ്ധമനാഹ, തൻ്റെ പുത്രനോടുള്ള സ്നേഹത്താൽ കെട്ടിയിടപ്പെട്ട ഹൃദയത്തോടു കൂടിയവനായിട്ട് വലിയ സങ്കടമാണ് തൻ്റെ മകനെ കാണുമ്പോൾ. ഇങ്ങനെ ഒരാളായിപ്പോയല്ലോ, ഹവൈ തസ്യ ആത്മജസ്യ അപി, കഷ്ടം, എൻ്റെ ഈ പുത്രൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഇനി ഒരു ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാനൊന്നും ഈ മകൻ യോഗ്യനല്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതുവരെയുള്ള കർമ്മങ്ങൾ മാത്രം, അതാണ് ആ സമാവർത്തനാത്. ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർക്ക് ബ്രഹ്മചര്യം അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് സമാവർത്തനം. അത് കഴിഞ്ഞാണ് അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവൻ എന്തായാലും ഗൃഹസ്ഥാശ്രമിയാകാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്നതുകൊണ്ട് ആ സമാവർത്തനം വരേക്കുമുള്ള സംസ്കാരാൻ, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച കുട്ടിക്ക് എന്തൊക്കെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യണമോ അതൊക്കെ യഥോപദേശം വിദധാനഃ, ശാസ്ത്രോക്തമായ വിധത്തിൽ ചെയ്യുവാനൊരുങ്ങിക്കൊണ്ട് ഉപനീതസ്യ, ഉപനയനം ചെയ്യിച്ചു,
പക്ഷേ അച്ഛൻ എന്ത് പറഞ്ഞു കൊടുത്താലും ഗായത്രി ഉരുവിടാൻ പറഞ്ഞാൽ ഒന്നും മിണ്ടുകയില്ല. എന്നാലും അച്ഛനായിട്ട് തൻ്റെ മകനു വേണ്ടി കൂടെ അച്ഛൻ ഉച്ചരിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എങ്ങനെയോ ഈ ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു. പുനഃച ശൗച ആചമനാദീൻ, ഇതെല്ലാം ആ ക്രിയകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ കർമ്മ നിയമാൻ, കർമ്മങ്ങളുടെ മുറകളെ, അനഭിപ്രേതാനപി, അവൻ ഇഷ്ടമല്ലെങ്കിൽ കൂടെ സമശിക്ഷയത്, പരിശീലിപ്പിച്ചു. ഹി എന്തെന്നാൽ പുത്രേണ, പുത്രനാൽ പിതുഹു, അച്ഛന്റെ അടുക്കൽ നിന്ന്, അനുശിഷ്ടേന, അവൻ എല്ലാ രീതിയിലുള്ള പഠനവും അനുശാസിക്കപ്പെട്ടവനായി ഭവിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് മകന് താല്പര്യമുണ്ടോ എന്നതൊന്നും അച്ഛൻ കാര്യമാക്കിയില്ല. അവന് വേണ്ടുന്ന ക്രിയകളൊക്കെ, സമാവർത്തനം വരെയുള്ള ക്രിയകളൊക്കെ ചെയ്യിപ്പിച്ചു. എന്നാൽ ആ അച്ഛന്റെ ശ്രമങ്ങളെല്ലാം പാഴാവുകയായിരുന്നു എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സഹ ച അപി തത് ഉഹ പിതൃസന്നിധൗ ഏവ അസധ്രീചീനം ഇവ സ്മ കരോതി ഛന്ദാംസി അധ്യാപയിഷ്യൻ സഹ വ്യാഹൃതിഭിഃ സ പ്രണവ ശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികാൻ മാസാൻ അധീയാനം അപി അസമവേതരൂപം ഗ്രാഹയാമാസ. സഹച അപി, ആ ജഡരൂപത്തിൽ ഇപ്പോൾ വർത്തിക്കുന്ന ഭരതനാകട്ടെ, തത് ഉഹ, അച്ഛൻ പഠിപ്പിച്ചതൊക്കെ, പിതൃസന്നിധൗ ഏവ, അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ, അസധ്രീചീനം ഇവ, എല്ലാം അബദ്ധമയമായിട്ട് ആർക്കോ വേണ്ടി എന്നതുപോലെ കരോതിസ്മ, നടത്തി വന്നു. നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേദം ചൊല്ലാം അല്ലെങ്കിൽ പഠിക്കാം എന്ന രീതിയിൽ, എന്നാൽ പറയുന്നതെല്ലാം അബദ്ധമായിരുന്നു. ഇങ്ങനെ മകനെ ഛന്ദാംസി, വേദങ്ങളെ, അധ്യാപയിഷ്യൻ, അധ്യയനം ചെയ്യിക്കാൻ പുറപ്പെട്ട പിതാവ്, വ്യാഹൃതിഭിഹി സഹ, വ്യാഹൃതികളോടുകൂടി, ഇത് ഓരോ മന്ത്രത്തിന്റെ ഒരു വിഭാഗങ്ങളാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത്. സ പ്രണവശിരസ്ത്രിപതി, പ്രണവശിരസഹിതമായി 3 പാദങ്ങൾ മാത്രമുള്ള സാവിത്രിയും, സവിതൃ ഗായത്രി മന്ത്രത്തെ, നമുക്ക് പരിചയമുള്ള ആ ഗായത്രി മന്ത്രത്തെ എങ്കിലും മകനൊന്ന് ചൊല്ലിയാൽ നന്നായിരുന്നു എന്ന ആഗ്രഹത്താൽ, ഗ്രൈഷ്മവാസന്തികാൻ മാസാൻ, ഗ്രീഷ്മം വസന്തം എന്നീ ഋതുക്കളിലെ ചൈത്രാദി 4 മാസങ്ങൾ മുഴുവനും 4 മാസം എടുത്തിട്ട് ആ ഗായത്രി മന്ത്രമെങ്കിലും മകനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിൽ, എന്ന ആഗ്രഹത്തിൽ, അധീയാനം അപി, പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുകൂടിയും ആ ഗായത്രി പോലും അസമവേത രൂപം, സുബദ്ധ രൂപത്തിലല്ലാതെ മാത്രമേ ഗ്രാഹയാമാസ, ഗ്രഹിപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതായത് ഗായത്രി മന്ത്രം പോലും അബദ്ധമില്ലാതെ ചൊല്ലാൻ, അങ്ങനെ പഠിപ്പിക്കാൻ പോലും 4 മാസം സമയമെടുത്തിട്ടും സാധിച്ചില്ല. അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യം പറയാനുണ്ടോ? 6-ാമത്തെ ശ്ലോകം. ഏവം സ്വതനുജ ആത്മനി അനുരാഗാവേശിത ചിത്തഃ ശൗച അധ്യയന വ്രത നിയമ ഗുരുവനല ശുശ്രൂഷണാദി ഔപകുർവാണക കർമാണി അനഭിയുക്താനി അപി സമനുശിഷ്ടേന ഭാവ്യം ഇതി അസദാഗ്രഹഃ പുത്രം അനുശാസ്യ സ്വയം താവത് അനധിഗത മനോരഥഃ കാലേന അപ്രമത്തേന സ്വയം ഗൃഹയേവ പ്രമത്ത ഉപസംഹൃതഃ. ഏവം, ഇപ്രകാരം, ആത്മനി, തൻ്റെ ആത്മസ്വരൂപനായ സ്വതനുജെ, തൻ്റെ പുത്രനിൽ, അനുരാഗാവേശിത ചിത്തഃ, അത്രയധികം സ്നേഹവാത്സല്യമുള്ള ആ അച്ഛൻ, ശൗച അധ്യയന വ്രത നിയമ, ശുദ്ധാശുദ്ധങ്ങൾ, വേദാധ്യയനം, വ്രതങ്ങൾ, നിഷ്ഠകൾ, ഗുരു അനല ശുശ്രൂഷണാദി, ഗുരുശുശ്രൂഷ, അഗ്നിസമാരാധനം തുടങ്ങിയ ഔപകുർവാണക കർമാണി,
ഒരു ബ്രഹ്മചാരിക്കു വേണ്ട കർമ്മങ്ങളെ അനഭിയുക്താനി അഭി, പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുപോലും സവനുശിഷ്ടേന ഭാവ്യം, താൻ ഇത് പഠിപ്പിക്കേണ്ടതല്ലേ എന്ന രീതിയിൽ അസദാഗ്രഹ, തെറ്റായ ധാരണ വെച്ചുകൊണ്ട്, അതായത് മകൻ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു യോഗിയായി തീർന്നവനാണ് എന്ന് മനസ്സിലാക്കാതെ, അങ്ങനെ മനസ്സിലാക്കാതെ നേരെ തെറ്റിദ്ധരിച്ചിട്ട് തൻ്റെ മകൻ മന്ദബുദ്ധിയായതുകൊണ്ടാണ് ഇതൊന്നും അവന് ഗ്രഹിക്കാൻ സാധിക്കാത്തത് എന്ന് തെറ്റായി ധരിച്ച് പുത്രം അനുശാസ്യ താവത്, പരമാവധി പുത്രനെ പഠിപ്പിച്ചു നോക്കിയിട്ടും സ്വയം അനധിഗത മനോരഥ, തൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടാതെ തന്നെ ഗൃഹേയേവ പ്രമത്തഃ, ആ അച്ഛൻ ഗൃഹസ്ഥാശ്രമത്തിൽ മാത്രം മുഴുകിക്കഴിഞ്ഞുകൊണ്ട്, അതായത് അതിനുശേഷം സ്വീകരിക്കേണ്ട വാനപ്രസ്ഥാശ്രമത്തിലേക്കോ സന്യാസാശ്രമത്തിലേക്കോ പോകുന്നതിന് മുൻപേ തന്നെ അപ്രമത്തേന കാലേന, തടുക്കാൻ സാധിക്കാത്ത ആ കാലത്തിന്റെ അതിക്രമണത്താൽ ഉപസംഹൃത, ആ ജീവിതത്തിൽ നിന്ന് വിരമിച്ചു എന്ന് വെച്ചാൽ തൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാതെ ആ അച്ഛന് മരണത്തെ സ്വീകരിക്കേണ്ടി വന്നു. ഇവിടെ ഇത് കാണിക്കുന്നത് വേദാധ്യയനമാകട്ടെ ഇത്തരത്തിലുള്ള ഏത് അനുഷ്ഠാനവും ഒരാളെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള വഴികൾ മാത്രമാണ്. എന്നാൽ ആ വഴിയും താണ്ടി ലക്ഷ്യത്തിലെത്തിയ ഒരാൾക്ക് ഇതിൻ്റെയൊന്നും യാതൊരാവശ്യവും ഇല്ല. ജഡഭരതൻ ആ തലത്തിലെത്തിയ ആളായിരുന്നു. അത് മനസ്സിലാക്കാൻ അച്ഛന് സാധിച്ചില്ല. ഇങ്ങനെ ആ ബ്രാഹ്മണൻ മരിച്ചപ്പോൾ ഭരതന്റെ അമ്മയായ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോടുകൂടെ സതി അനുഷ്ഠിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം. അധ യവീയസി ദ്വിജസതി സ്വഗർഭജാതം മിഥുനം സപത്ന്യാ ഉപന്യസ്യ സ്വയം അനുസംസ്ഥയ പതിലോകം അഗാത്. അധ അനന്തരം യവീയസി, ഇളയവളായ ദ്വിജസതി, ആ ബ്രാഹ്മണ പത്നി, സ്വഗർഭജാതം, തനിക്കുണ്ടായ മിഥുനം, ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും, സപത്ന്യൈ, മൂത്ത ഭാര്യയായ ആദ്യത്തെ ഭാര്യയായ സപത്നിക്ക് ഉപന്യസ്യ, നോക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, സ്വയം, തന്നെത്താൻ, അനുസംസ്ഥയ, ഭർത്താവിൻ്റെ കൂടെ മരിക്കുക എന്ന ആ വിധി അനുസരിച്ചുകൊണ്ട് പതിലോകം അഗാത്ത്, സതി അനുഷ്ഠിച്ച് പതിയുടെ കൂടെ യാത്രയായി എന്ന് അർത്ഥം. പിന്നീട് ജ്യേഷ്ഠന്മാരായിരുന്നു ഭരതന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അവരും അച്ഛനെ പിന്തുടർന്ന് ഈ ഭരതനെ പലതും പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കാർക്കും തന്നെ ജഡഭരതന്റെ ആ അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജഡബുദ്ധിയാണെന്ന് കരുതി അവരും അവനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറന്തള്ളാൻ തുടങ്ങി. 8ാമത്തെ ശ്ലോകം. പിതരി ഉപരത്തെ ഭ്രാതര യേനം അതത്പ്രഭാവവിദഃ ത്രയ്യാം വിദ്യായാം ഏവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതിഃ ഇതി ഭ്രാതുഃ അനുശാസന നിർബന്ധാത് ന്യവൃത്സന്ത. പിതരി ഉപരത്തെ, അച്ഛൻ മരിച്ചപ്പോൾ, അതത്പ്രഭാവവിദഃ, ഈ ജഡഭരതന്റെ പ്രഭാവം അറിഞ്ഞുകൂടാത്തവരും അവരുടെ കണ്ണിൽ വേദം പഠിച്ചാൽ എല്ലാമായി, അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ചിന്തിച്ചവരായിരുന്നു. അതാണ് ത്രയ്യാം വിദ്യായാം ഏവ, 3 വേദ വിദ്യകൾ, അതിൽ മാത്രമായിട്ട് പര്യവസിത മതയഃ, അവസാനിക്കപ്പെട്ട ബുദ്ധിയോടു കൂടിയവരും, അതെല്ലാം പഠിച്ചാൽ അവനാണ് പണ്ഡിതൻ, അവനാണ് ശ്രേഷ്ഠൻ എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ആ ജ്യേഷ്ഠന്മാർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള ഗായത്രി പോലും മനസ്സിലാവാത്ത ഈ അനുജൻ മന്ദബുദ്ധിയാണെന്ന് അവർ കരുതി. എന്നാൽ അവരാകട്ടെ പരവിദ്യായാം ന,
ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയായ ആത്മജ്ഞാനത്തെക്കുറിച്ച് യാതൊരറിവും ഇല്ലാത്ത ആ ഭ്രാതരഹ ജ്യേഷ്ഠ സഹോദരന്മാർ ഏനം ഈ അനുജനെ ജഡമതിഹി ഇതി മന്ദബുദ്ധിയാണെന്ന് കരുതി ഇനി ഇവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഭ്രാതുഹു തങ്ങളുടെ ഇളയ സഹോദരന്റെ അനുശാസന നിർബന്ധാത് ഇവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചേ പറ്റൂ എന്ന ആ നിർബന്ധത്തിൽ നിന്ന് അവർ നിവൃത്സന്ത നിവർത്തിക്കുവാൻ തീർച്ചയാക്കി. ഇനി ഒരു രക്ഷയും ഇല്ല, ഇവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾ വിഡ്ഢികളാണ് എന്ന രീതിയിൽ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇവൻ മന്ദബുദ്ധിയാണ്, ഇവന് ഒരു തരത്തിലുള്ള വിദ്യയും പഠിക്കുവാൻ സാധിക്കില്ല എന്ന രീതിയിൽ അങ്ങ് അവഗണിക്കാൻ തുടങ്ങി. ഈ ജഡഭരതൻ വീട്ടിൽ നിന്ന് പുറത്ത് അങ്ങനെ അങ്ങ് നടക്കും. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കും. ചിലർ കൂലി കൊടുക്കും, ചിലരൊന്നും കൊടുക്കുകയില്ല. കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിലും ശരി ഒരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ മറ്റുള്ളവരുടെ കയ്യിലെ പാവയെ പോലെ സ്വയം ചലിക്കാൻ തുടങ്ങി. അതാണ് 9ാമത്തെ ശ്ലോകം. സഹച പ്രാകൃതൈഹി ദ്വിപദ പശുഭിഹി ഉന്മത്ത ജഡ ബധിര ഇതി അഭിഭാഷ്യമാണോ യഥാ തദനുരൂപാണി പ്രഭാഷത്തെ കർമാണി ച സ കാര്യമാണഃ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേതനതോ വാ യാജ്ഞയാ യദൃച്ഛയാ വാ ഉപസാദിതം അല്പം ബഹു മിഷ്ടം തദന്നം വാ അഭ്യവഹരതി പരം ന ഇന്ദ്രിയപ്രീതി നിമിത്തം നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവ ആനന്ദ സ്വാത്മലാഭ അധിഗമഃ സുഖദുഃഖയോഃ ദ്വന്ദ്വനിമിത്തയോഃ അസംഭാവിത ദേഹാഭിമാനഃ. സഹച ഈ ഭരതനാകട്ടെ യഥാ എപ്പോഴാണോ ദ്വിപദ പശുഭിഹി 2 കാലുള്ള മൃഗങ്ങൾ എന്ന് വെച്ചാൽ സംസ്കാരശൂന്യരായ മനുഷ്യർ, അവർ ജഡഭരതന്റെ മഹത്വം മനസ്സിലാക്കാതെ ആ പ്രാകൃതൈഹി സംസ്കാരശൂന്യരാൽ ഉന്മത്ത ജഡ ബധിര ഹേ ഭ്രാന്ത ഘോഷ ബധിര എന്നിങ്ങനെയെല്ലാം അഭിഭാഷ്യമാണഃ ഈ ഭരതനെ വിളിക്കപ്പെടുന്ന സമയത്ത് അന്നേരം തദനുരൂപാണി പ്രഭാഷത്തെ അതനുസരിച്ച് തന്നെ തിരിച്ച് പെരുമാറുകയും ചെയ്യും. സഹ ആ ജഡഭരതൻ കർമാണിച്ച പല പ്രവൃത്തികളെയും പരേച്ഛയ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് കാര്യമാണഃ അവരാൽ ചെയ്യിക്കപ്പെട്ട് കരോതി ചെയ്തുകൊണ്ടിരുന്നു. എന്ത് പണി പറഞ്ഞാലും ചെയ്യും. അതിനി വിഷ്ടിതഃ കൂലിയില്ലാത്ത വേലയായാലും ഇനി ചില ആളുകളെങ്കിലും കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുള്ളവർ ആ ചെയ്ത ജോലിക്കുള്ള വേതനതഹവ കൂലി കൊടുക്കും. 2 ആയാലും പ്രശ്നമില്ല. ഇനി ചില ആളുകൾ ഭക്ഷണം കൊടുക്കും, അത് ചിലപ്പോൾ യാചിച്ചിട്ടാവാം, അല്ലെങ്കിൽ ചില ആളുകൾ പാവം തോന്നിയിട്ട് യദൃച്ഛയാവാം, വെറുതെ കൊടുക്കും, ഒന്നും ചോദിച്ചില്ലെങ്കിലും കൊടുക്കും. ഇങ്ങനെ ഉപസാദിതം കയ്യിൽ കിട്ടിയത് ഇനി അല്പം കുറച്ചായാലും ശരി, ബഹു ഒരുപാടുണ്ടെങ്കിലും ശരി, മിഷ്ടം നല്ല രുചിയുള്ളതായാലും ശരി, ഇനി ചില ആളുകൾ വീട്ടിൽ ബാക്കി വന്നത് പുളിച്ചതൊക്കെ കൊടുക്കും, അതായാലും ശരി. അതാണ് തദന്നം എന്നാൽ ആരും കഴിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം കിട്ടിയാൽ പോലും അതിനി ആരെങ്കിലും കൊടുത്തതാവാം, അല്ലാതെ എവിടെ നിന്നെങ്കിലും കിട്ടിയതും ആവാം. എന്ത് തന്നെ ആയാലും ശരീരം നിലനിർത്തണം എന്ന ഒറ്റ ആഗ്രഹത്തിൽ അത് അഭ്യവഹരതി ഒരറപ്പുമില്ലാതെ എന്നാൽ ഇഷ്ടവും തോന്നാതെ എങ്ങനെയായാലും അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നു. പരം ഇന്ദ്രിയപ്രീതി നിമിത്തം അതൊരിക്കലും തന്റെ രസനേന്ദ്രിയത്തെ സംതൃപ്തമാക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധം ഏത് കാലത്തും കാരണ അപേക്ഷയില്ലാതെ സ്വയമേവ സിദ്ധമായിരിക്കുന്ന വിശുദ്ധാനുഭവം കേവല അനുഭൂതിയാകുന്ന ആ ആനന്ദ സ്വാത്മലാഭം, ആനന്ദം തന്റെ സ്വരൂപമാണെന്ന ബോധം,
അതായത് സച്ചിദാനന്ദരൂപനായ ഈ എനിക്ക് ഇനി പുറത്തു നിന്ന് എന്താനന്ദം ലഭിക്കാനാണ് എന്ന ചിന്ത അധികമഹ ബോധം സിദ്ധിച്ചിരുന്ന അദ്ദേഹം ദ്വന്ദ്വനിമിത്തയോഹോ തന്നെ ആരെങ്കിലും മാനിച്ചാലും അപമാനിച്ചാലും അതൊന്നും കാര്യമാക്കാതെ സുഖദുഃഖയോഹോ സുഖത്തിലും ദുഃഖത്തിലും അസംഭാവിത ദേഹാഭിമാനം ഇല്ലാത്തവനായി സർവദാ ആനന്ദത്തിൽ ഇരുന്നു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.